പ്രിയ കർഷകരെ നമസ്കാരം. ഞാൻ ഷാജുദ്ദീൻ ഉള്ളാട്ടിൽ. നമ്മളിന്ന് ഈ ചാപ്റ്റർ സംസാരിക്കാൻ പോകുന്നത് മഴക്കാല പരിചരണമാണ്. മഴക്കാല പരിചരണത്തിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് കൂട് മഴ കൊള്ളാതെ സൂക്ഷിക്കണം, അതിലുപരി ഫീഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഫീഡ് ചെയ്യുന്നത് എടുക്കാം. തേനീച്ചകൾക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. മഴക്കാല ഈ സമയങ്ങളിൽ ഇവർക്ക് പൂമ്പൊടിയും തേനും പ്രകൃതിയിൽ നിന്ന് കിട്ടാതെ വരും. തേന് തീരെ ഉണ്ടാവില്ല മഴ സമയങ്ങളിൽ. അപ്പോൾ അവരുടെ ഭക്ഷണമായ തേൻ ഇവർക്ക് കിട്ടാതെ വരുമ്പോൾ ഇവർ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെച്ച തേനാണ് മനുഷ്യനെടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ കുടിക്കാൻ തേൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യണം. കൃത്രിമ തേനല്ല നമ്മൾ കൊടുക്കുന്നത്, ആക്ച്വലി ഷുഗർ സിറപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് നോർമൽ ആൾക്കാർക്ക് വരുന്നത്, ആ ഷുഗറിൽ നിന്നാണോ തേൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അത് തേനീച്ച കർഷകർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു നോർമൽ പേഴ്സൺ ഫീഡ് ചെയ്യുന്നത്, ഷുഗർ ഫീഡ് ചെയ്യുന്നത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് സാധാരണ ഇതിൽ നിന്നാണോ തേൻ ഉണ്ടാവുന്നതെന്ന്. ആക്ച്വലി വ്യാജ തേനും ഈ ഷുഗർ ഫീഡിങ്ങും രണ്ട് ധ്രുവത്തിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് ഷുഗർ ഫീഡിങ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഒരു 15 കിലോ തേന് കഴിച്ചാലാണ് അവർക്ക് 1 കിലോ മെഴുക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ അതിനായി നമ്മൾ ഈ സമയത്ത് തേന് പ്രകൃതിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഷുഗറിൻ്റെ സിറപ്പാണ് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെ ഫീഡ് ചെയ്യാമെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് കൊടുക്കാൻ സത്യത്തിൽ 1:1 എന്ന അനുപാതത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 1 കിലോ ഷുഗറിന് അല്ലെങ്കിൽ ഒരു പാത്രം ഷുഗർ, 1 കിലോ എന്ന് പറയുന്നതിലുപരി ഒരു ഗ്ലാസ് ഷുഗറിൽ 1 ഗ്ലാസ് വെള്ളം, അതാണ് ഷുഗറിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് ഷുഗർ മിക്സ് ചെയ്താൽ അതൊരു വെളിച്ചെണ്ണ പരുവത്തിലാവും. അതിനാണ് ഷുഗർ സിറപ്പ് എന്ന് പറയുക. അതാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഒരു കൂട്ടിന് 300 ഗ്രാം വെച്ച് എല്ലാ ആഴ്ചയിലും നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മൾ ഫീഡ് ചെയ്തില്ലെങ്കിൽ ഈ കൂട് നമുക്ക് ലോസ് ആവും. അപ്പോൾ നമ്മൾ പിടിച്ചു വെച്ച കൂടിനെ നിലനിർത്താൻ ഷുഗർ ഫീഡിങ് നിർബന്ധമാണ്. ഇത് എല്ലാ കാലത്തും ഇല്ല. നമ്മൾ ഡിസംബർ വരെ ഇത് കൊടുക്കും. ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയിൽ പൂക്കളായി, അതുപോലെ റബ്ബറിലൊക്കെ തേനായി. ആ സമയങ്ങളിൽ പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പിന്നെ ഫീഡിങ് ആവശ്യമില്ല. മാർച്ച്, ഏപ്രിൽ തൊട്ടേ നമ്മൾ ഫീഡിങ് പിന്നെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്രയും കാലം നമ്മൾ തേനെടുക്കുന്ന സമയത്തൊന്നും ഇവർക്ക് ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, പ്രകൃതിയിൽ തേനായി കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ കലക്കി വെച്ച് കൊടുത്താലും അവരെടുക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. വളരെ അപൂർവ ഈച്ചകൾ അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയിൽ തേനാവുന്നത് വരെ നമ്മൾ ഇവർക്ക് ഷുഗർ ഫീഡിങ് ചെയ്യണം നിർബന്ധമാണ്, അല്ലെങ്കിൽ കൂട് ലോസ് ആവും. കർഷകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫീഡിങ്ങിനെ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു 15 കിലോ ഷുഗർ തേൻ കഴിച്ചാലേ 1 കിലോ മെഴുകി ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പുതിയ അറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു കൂട് സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് എല്ലാ ആഴ്ചയിലും ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പുതിയ അറകൾ ഉണ്ടാക്കി അതിൽ മുട്ടയിട്ട് പുഴുവായി കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ പറ്റും. അതുപോലെ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയങ്ങളിലും ആ കൂട് ഫില്ലാവാനും ഈ ഫീഡിങ് ഇവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കാലങ്ങളിൽ ഫീഡിങ് ആവശ്യമാണെന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഫീഡിങ് എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം ഈ ഫീഡിങ് ഉണ്ടാക്കുന്ന രൂപം ഞാൻ പറഞ്ഞു. 1 ഗ്ലാസ് ഷുഗറിൽ 1 ഗ്ലാസ് വെള്ളം സമാസമം ചേർത്ത് നല്ല മിക്സ് ചെയ്താൽ അത് വെളിച്ചെണ്ണ പരുവത്തിലാവും. ഒരു വെളിച്ചെണ്ണൻ്റെ കൊഴുപ്പ് പോലെ ആയിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 300 ഗ്രാം ഷുഗർ സിറപ്പാണ് ഒരു കൂടിന് നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞായറാഴ്ചയാണ് കൊടുത്തതെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഷുഗർ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും മാത്രമേ കൊടുക്കാവൂ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷുഗർ സിറപ്പ് കൂടുതൽ കൊടുക്കാൻ പാടില്ല, കുറയാനും പാടില്ല. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ കിട്ടുന്ന സമയത്ത് ഇവർക്ക് പ്രകൃതിയിൽ തേനില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു 1/2 കിലോ വെച്ച് ഒരു കൂട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത സമയത്ത് ഇവർ ഫുള്ള് വലിച്ചെടുത്തിട്ട് മൊത്തം അറകളിലും കൊണ്ടേ നിക്ഷേപിക്കും. ആ സമയത്ത് റാണിക്ക് മുട്ടയിടാൻ സ്ഥലമില്ലാതാവും. അപ്പോൾ ഷുഗർ കൂടുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എന്താ സംഭവിക്കുക വെച്ചാൽ, റാണി മുട്ട കുറഞ്ഞു പോയാൽ അതിൻ്റെ കൂടിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് വന്ന് കൂടി നമുക്ക് ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഫീഡിങ് ഒരിക്കലും കൂടരുത്. അതുകൊണ്ടാണ് 300 ഗ്രാം വെച്ച് പറയുന്നത്. ആഴ്ചയിൽ 300 ഗ്രാം ഇനഫാണ്. 300 ഗ്രാം പഞ്ചസാര അല്ല കൊടുക്കേണ്ടത്, പഞ്ചസാരയും വെള്ളം കൂടെ മിക്സ് ചെയ്ത്, അതായത് 150 ഗ്രാം പഞ്ചസാരയും 150 ഗ്രാം വെള്ളവുമാണ് വേണ്ടത്. അപ്പം 300 ഗ്രാം സിറപ്പാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇനി ഇത് തയ്യാറാക്കുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുക.
ചിലവർ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൊടുക്കും, കലക്കിയിട്ട് കൊടുക്കും. അതുപോലെ പലരും വെള്ളത്തിൽ മിക്സ് ചെയ്യാനും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യണം, തുളസി മിക്സ് ചെയ്യണം, പലതും മിക്സ് ചെയ്യാനൊക്കെ പറയും. സത്യത്തിൽ പൈപ്പ് വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഏതാണോ അതാണ് തേനീച്ചക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പൈപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലോറിൻ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ കലക്കിയിട്ടേ കൊടുക്കാവൂ. മറിച്ച് കിണർ വെള്ളം, അപ്പോൾ ഞാനൊക്കെ കൊടുക്കുന്നത് കിണർ വെള്ളം. ഞങ്ങളെ വീട്ടിൽ കിണറുണ്ട്. ഈ കിണർ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് കുടിക്കുന്നത്. സോ അതേ വെള്ളമാണ് ഇവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ തിളപ്പിക്കാറില്ല. പച്ചവെള്ളത്തിൽ 1:1 ഒരു കപ്പ് പച്ചവെള്ളം എടുക്കും, 1 കപ്പ് ഷുഗർ എടുക്കും, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഫീഡ് ചെയ്യാറുള്ളത്. ഇത്രയും വർഷം ഫീഡ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, തുളസി ഇതൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ അളവുകളും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത രീതിയിൽ ഇതൊന്നും ഓവറായി കഴിഞ്ഞാൽ ഈച്ചക്ക് എഫക്റ്റ് ചെയ്യും. സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന രൂപം പഠിച്ചു. ഇനി നമ്മൾ ഇതിന് കൊടുക്കുന്ന രീതി ഉണ്ട്. സാധാരണ നമ്മൾ കൊടുക്കാറ് ഇതുപോലുള്ള റബ്ബർ ചിരട്ടകളിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള റബ്ബർ ചിരട്ടകളിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ബ്രൂട്ട് ചാമ്പർ. ബ്രൂട്ട് ചാമ്പറിൻ്റെ അടപ്പ് മാറ്റി അതിൻ്റെ മേലെ ഒരു ഹണി ചാമ്പർ, കാലി ഹണി ചാമ്പർ വെക്കണം. എങ്കിലേ ഈ പാത്രങ്ങൾ ഇതിൽ ഒതുങ്ങും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫീഡിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫീഡിങ് സമയത്ത് ഹണി സീസൺ കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഫ്രെയിം എടുത്ത് മാറ്റും. ഫ്രെയിം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ കാലി ഹണി ചാമ്പറാണ് ഇതിൻ്റെ മേലെ വെക്കേണ്ടത്. അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ചിരട്ട ഇതിൽ ഒതുങ്ങൂല. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലുള്ള ചിരട്ടയിലാണ് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കും. സാധാ നമ്മുടെ തേങ്ങാ ചിരട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഫീഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലിനെയാണ്. ബോട്ടിൽ ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു ബോട്ടിലിനെയാണ്. ഈ ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനുള്ള സൗകര്യവും ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത്തരം പാത്രങ്ങളിൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഓപ്പണാണ്, ഇതെല്ലാം ഓപ്പണായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ആ ഏരിയയിൽ മുഴുവൻ പരക്കും. നമുക്കറിയാം ഉറുമ്പ് നമ്മുടെ ശത്രുക്കളാണ്. ഈ തേനീച്ചക്കൂടിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഉറുമ്പ്. ഈ സ്മെല്ല് കിട്ടുന്നതോടുകൂടി ഉറുമ്പ് ആ ഏരിയയിലുള്ള ഉറുമ്പ് മുഴുവൻ ഈ കൂട് വന്ന് ആക്രമിച്ച് ഈച്ചകൾ ലോസാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. മറ്റൊന്ന്, കൂട് നമ്മൾ ബന്ധിക്കുന്ന സമയത്ത് തട്ടിപ്പോവും, തുളുമ്പിപ്പോവും, ബാഷ്പായിട്ട് പോവും. അതിലുപരി ഇതിലേക്ക് ഈച്ചകൾ ഷുഗർ കുടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഈച്ചകൾ ചത്ത് കിടക്കുന്നത് കാണാം, ഇതിൽ നിന്ന് കയറാൻ പറ്റാതെ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കരിയില, അതുപോലെ ഈർക്കിൾ, അതൊക്കെ അതിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ്. സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഈച്ചകൾ വീണ് ചാവും. അപ്പോൾ ഇത്തരം ഡ്രോബാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോട്ടിൽ ഫീഡിങ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഡബ്ബയാണ്. ഇതൊരു 400 ഗ്രാമിൻ്റെ ഡബ്ബയാണ്. നമ്മുടെ ലേഹങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു ഡബ്ബയാണ്. ഈ ഡബ്ബ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡബ്ബക്ക് ഒരു ഔട്ടർ ക്യാപ്പ് ഉണ്ടാവും, അതിനൊരു ഇന്നർ ക്യാപ്പ് ഉണ്ടാവും. ഒരു 7 രൂപയാണ് ഇപ്പോൾ ഇതിന് മാർക്കറ്റിൽ വില വരിക. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്ന്, ഇതിൻ്റെ കഴുത്ത് ഭാഗത്ത് ഇതുപോലെ കോമ്പസോ അല്ലെങ്കിൽ ഏതെങ്കിലും മുള്ളാണിയോ ഉപയോഗിച്ച് ഇതേപോലെ ഹോൾ ഇടണം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ റൗണ്ട് നെക്കിൽ ഹോൾ ഇടും. ആ ഹോൾ ഇടുന്ന സമയത്ത് കണ്ട, അപ്പോൾ ഇത് ഫുള്ള് ഇതിന് ഹോൾ ഇട്ടതാണ്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇടണം. ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്കിലാണ് ഹോൾ ഇടേണ്ടത്. കാരണം മറ്റുള്ള ഭാഗങ്ങളെല്ലാം നെക്കിലാണ് ഹോൾ ഇടേണ്ടത്. ഹോൾ ഇട്ടത് കഴിഞ്ഞ് നമ്മളിതിൽ ഇപ്പോൾ അത് ഷുഗർ സിറപ്പ് ഇതിലൊഴിച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൂട്ടിന് 300 ഗ്രാമാണ് ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ അതേപോലെ ഇതൊരു 300 ഗ്രാം ഉണ്ടാവും. ഒഴിച്ച് ഇന്നർ ക്യാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക, ഔട്ടർ ക്യാപ്പ് ഉപയോഗിച്ച് എയർ ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. എയർ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പോകില്ല. ആദ്യത്തെ ഒരു ഡ്രോപ്സ് മാത്രമേ ഒഴുകി പോകുള്ളൂ, ബാക്കി അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടിനകത്ത് ഈ കൂട്ടിൻ്റെ അടപ്പ് തുറന്ന് ചിരട്ട വെക്കുന്നതിന് പകരം ഇത് കമഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈച്ചക്ക് ഇവിടെ ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പൂവിൽ നിന്ന് വലിച്ചു കുടിക്കുന്നത് പോലെ ഷുഗർ സിറപ്പ് വലിച്ചു കുടിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത്, ഇതിൻ്റെ സ്മെല്ലൊരിക്കലും സ്പ്രെഡ് ആവില്ല. ഉറുമ്പുകളുടെ അറ്റാക്കിൽ നിന്ന് കൂടിനെ രക്ഷപ്പെടുത്താം. പിന്നെ മറ്റൊന്ന്, ഇത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഇത് പുളിച്ച് പോകാനൊന്നും സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് ഈ ഒരു ഡബ്ബക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു 10 കൂടാനുള്ളതെങ്കിൽ ഇതേപോലെ 20 ഡബ്ബ, ഞാൻ ചെയ്യുന്ന അങ്ങനെ 100ഓളം കൂടി എനിക്കുണ്ട്. അതിൽ 200 ഡബ്ബ വാങ്ങിച്ചിട്ട് 100 എണ്ണത്തിൽ ഫില്ല് ചെയ്യും, സൈറ്റിൽ കൊണ്ടുപോകും, അത് കമഴ്ത്തി കൊടുക്കും.
കാലി ഡബ്ബ അങ്ങോട്ട് എടുക്കും. വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അടുത്ത ആഴ്ച പോകുമ്പോൾ അതിൽ വീണ്ടും നിറച്ച് ഇവിടുന്ന് നമുക്ക് സൈറ്റിലേക്ക് ഇവിടുന്ന് നിറച്ച് തന്നെ കൊണ്ടുപോകാം. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഇതുപോലെ ഇപ്പോൾ ഇത് തുളുമ്പി പോവില്ല, വീണാലൊന്നും പ്രശ്നം പറ്റില്ല, അത് വീഴില്ല എന്നുള്ളത് മറ്റൊരു ഇതാണ്. ഒറ്റ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് നമ്മുടെ ഇതേപോലെ ഹണി ചേമ്പർ ഇതിൻ്റെ മേൽഭാഗത്ത് വേണം, എങ്കിലേ ഇത് ഇതിനകത്ത് ഒതുങ്ങുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചാൽ അടുത്ത ആഴ്ച നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കാലിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ബോട്ടിൽ ഫീഡിങ്. അതായത് ബോട്ടിൽ ഫീഡിങ് എന്നതിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കുന്ന രൂപമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇത് പ്ലാസ്റ്റിക് ഡബ്ബയാണ്, 7 രൂപയെ മാർക്കറ്റുള്ളൂ. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഫീഡിങ് ഡബ്ബ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഇവർ ഇതിനെ ഒട്ടിച്ച് കളയും. ഉണ്ടാ ഇതിന് മെഴുക് കണ്ട, അത് ഓൾറെഡി ഫീഡ് ചെയ്തൊരു ഡബ്ബയാണ്. ഇതേപോലെ ഈ മെഴുക് വെച്ചിട്ട് ആ ഫ്രെയിമിൽ ഒട്ടിച്ച് കളയും. ഇതിനെ അനങ്ങാൻ സമ്മതിക്കില്ല. അതെന്ത് നമ്മൾ കൂട്ടിലേക്ക് കൊടുത്താലും അവരതിലെ ഒട്ടിച്ച് കളയും. ഇവർക്ക് ഒന്നും അനങ്ങുന്നത് ഇഷ്ടമല്ല, കൂട്ടിനകത്ത് ഒന്നും അനങ്ങാൻ വിടൂല അവർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആടുന്ന ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ഫ്രെയിമുകൾ തമ്മിൽ ഈ ബോക്സുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. അത്രയും ക്ലിയറാണ്. ഇവരെ കൂട്ടിനകത്തൊന്നും അനങ്ങാൻ സമ്മതിക്കൂല. ഓക്കെ, അപ്പോൾ അതൊരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് ഇവരിങ്ങനെ ഒട്ടിക്കും. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത് അടത്തി ഇങ്ങോട്ട് എടുത്താൽ പെട്ടെന്ന് പോരും. കാരണം ചെറിയൊരു ഇളകാതിരിക്കാനുള്ള ഒരു ഒട്ടലേ ഇതും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്മേൽ മെഴുകണ്ട, വെച്ച് കൊടുത്താൽ വീണ്ടും ഇവർ ഒട്ടിക്കും. അടുത്ത പ്രാവശ്യം നമുക്ക് അത് അടത്തി എടുക്കാം. അപ്പോൾ അതിൽ ഈ കൂട്ടിൽ ഫീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബോട്ടിൽ ഫീഡിങ് ചെയ്തിരിക്കുകയാണ്. കണ്ടാ, ആ ബോട്ടിൽ ഫീഡിങ് അവർ ഉറപ്പിച്ചു. ഇപ്പോൾ അത് ഇളകൂല, ഉറപ്പിച്ചു. അതിൽ ഈച്ചിരിക്കുന്നുണ്ടാ. ഇവിടെ എല്ലാം ഈച്ച ഇരിക്കുന്നുണ്ടെങ്കിലും അടിഭാഗത്തു നിന്നേ ഇവർക്കത് കിട്ടുള്ളൂ. നല്ല സ്ട്രോങ് കൂടാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആ ബോട്ടിൽ ഫീഡിങ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ക്യാപ്പ് ഉപയോഗിച്ച് അടക്കുക. നമ്മളെ ബോട്ടിൽ ഫീഡിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. കണ്ട, ഫീഡ് ചെയ്ത് അവരത് കുടിച്ച് തീർത്ത് ശരിക്കും. അപ്പോൾ ഇതേപോലെ ഈച്ച പൊതിഞ്ഞ് നിൽക്കും. ആ ബോട്ടിൽ ഫീഡിങ്ങിൽ പൊതിഞ്ഞ് നിന്ന് അതിൻ്റെ ആ ഹോളിലൂടെ വലിച്ചു കുടിച്ച്. ഇപ്പോൾ ഇത് കാലിയായി, നമ്മൾ വെച്ച് കൊടുത്ത ഫീഡാണിത്. ഇത് ഫുള്ള് കാലിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോട്ടിൽ ഫീഡിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.